പ്ലസ് 1 വിദ്യാർത്ഥികൾക്കുള്ള വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുമായാണ് വന്നുള്ളത്. പ്ലസ് 1 കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് കുട്ടികൾ ശ്രദ്ധിച്ചോ, നിങ്ങളുടെ മോഡൽ എക്സാമിന്റെ ടൈം ടേബിൾ മാറിയിട്ടുണ്ട്. അപ്പോൾ മോഡൽ എക്സാമിന്റെ ടൈം ടേബിൾ എന്തൊക്കെ മാറ്റണമെന്ന് ഞാൻ പറയാൻ വന്നത്. അപ്പോൾ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്യുക, ഈ ടൈം ടേബിൾ ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ പുതിയ ടൈം ടേബിൾ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അതിൽ പഴയ ടൈം ടേബിൾ അനുസരിച്ച് തന്നെയുള്ള 19-ാം തീയതി വരെയുള്ള എക്സാമുകൾക്കൊന്നും എന്തില്ല, മാറ്റമില്ല. നമ്മൾ ടൈം ടേബിൾ നോക്കുകയാണെങ്കിൽ 16-ാം തീയതി ജിയോളജി, ഹോം സയൻസ്, സൈക്കോളജി ആണ്. 17-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം ഇംഗ്ലീഷ് ആണ്. അതേപോലെ തന്നെ 18-ാം തീയതി എന്താണ് നിങ്ങൾക്ക് അക്കൗണ്ടൻസിയും അതേപോലെ തന്നെ ജോഗ്രഫിയും സോഷ്യോളജിയും ഒക്കെ നിങ്ങൾക്ക് ഈ ദിവസമാണ് 18-ാം തീയതിയാണ് നടക്കുന്നത്. ഇനി 19-ാം തീയതി നിങ്ങൾക്ക് ഗാന്ധിയൻ സ്റ്റഡീസും സ്റ്റാറ്റിസ്റ്റിക്സും, ഉച്ചയ്ക്ക് ശേഷം പൊളിറ്റിക്കൽ സയൻസും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നടക്കും. ഇനിയാണ് ടൈം ടേബിൾ മാറ്റം വരുന്നത്. 20-ാം തീയതി നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം മാത്രമേ എക്സാം ഉള്ളൂ. 20-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം എന്തൊക്കെയുണ്ട്, ഹിസ്റ്ററി, ബിസിനസ് സ്റ്റഡീസ്, ഇസ്ലാമിക് ഹിസ്റ്ററി പോലെയുള്ള സബ്ജക്റ്റുകളാണ് 20-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം. പിന്നെ നിങ്ങൾക്ക് 21-ഉം 22-ഉം എന്താണ്, സ്റ്റഡി ലീവാണ്. അത് നിങ്ങൾക്ക് എന്തില്ല, എക്സാം ഇല്ല. 23-ാം തീയതി രാവിലെ നിങ്ങൾക്ക് ഫിലോസഫി, സോഷ്യൽ വർക്ക് ഒക്കെ നടക്കുന്നുണ്ട്. അതേപോലെ 23-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് എക്കണോമിക്സ്, അതായത് പഴയ ടൈം ടേബിൾ പ്രകാരം പ്രധാനപ്പെട്ട ഒരു മാറ്റം, എക്കണോമിക്സിന്റെ ഡേറ്റ് മാറ്റിയിട്ടുണ്ട്. 23-ാം തീയതിയാണ് നിങ്ങൾക്ക് എന്ത് നടക്കുന്നത്, എക്കണോമിക്സ് നടക്കുന്നത്. 24-ാം തീയതി നിങ്ങൾക്ക് സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ട്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട മാറ്റം. പുതിയ ടൈം ടേബിൾ അനുസരിച്ച് 24-ാം തീയതി എന്താണ്, സെക്കൻഡ് ലാംഗ്വേജ് ആണ് നടക്കുന്നത്. അപ്പോൾ ഇതാണ് എന്ത് പ്ലസ് 1 ടൈം ടേബിളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്നുള്ള ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തോ. പുതിയ ടൈം ടേബിൾ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക.